ദ്വയാർത്ഥ പ്രയോഗങ്ങളോടെ അരോചകമായ ശരീരഭാഷയിൽ മന്ത്രി എം മണി നടത്തിയ പ്രസംഗത്തെ കേരളം ഒറ്റ മനസ്സായി തള്ളിക്കളഞ്ഞതാണ്. മന്ത്രി ഖേദവും പ്രകടിപ്പിച്ചു. അതിനുശേഷവും മന്ത്രി പറഞ്ഞതും പറയാത്തതും അതിവൈകാരികമായും അതിനാടകീയമായും പുനരവതരിപ്പിച്ച് രാഷ്ട്രീയ സമരത്തിനിറങ്ങുന്നവരുടെ ലക്ഷ്യമെന്താണ്? മൂന്നാർ കയ്യേറ്റം എന്ന സുപ്രധാന രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രസംഗത്തിലേക്ക് അജണ്ട ചുരുക്കുന്നത് എന്തിനാണ്? ഇതിന്റെ മറവിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ പിന്നിലേക്ക് തള്ളപ്പെടുമോ? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. എം മണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ പ്രക്ഷുബ്ധം. മണിയുടേത് നാടൻ ശൈലിയെന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിൽ പ്രസംഗം വളച്ചൊടിച്ചുവെന്ന് മണി. പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിനുണ്ടാവില്ല. കേരളീയ സ്ത്രീത്വത്തെ മണി അപമാനിച്ചുവെന്ന് പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പൊമ്പിളായ ഒരുമേ പ്രവർത്തകർക്കൊപ്പം CR നീലകണ്ഠനും നിരാഹാരം തുടങ്ങി. മണിക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങി CPIM. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ മരവിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കയ്യേറ്റക്കുരിശ് പൊളിച്ചത് തെറ്റ് തന്നെ. പിണറായിയെ പിന്തുണയ്ക്കാതെ വീണ്ടും കാനം. മന്ത്രിയെക്കുറിച്ച് ഒരഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒരു കമന്റും ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി നാളെ മൂന്നാറിലേക്ക്. UDF MLA മാർ നാളെ തിരുവനന്തപുരത്ത് സത്യാഗ്രഹമിരിക്കും. സൗമ്യ വധക്കേസ് സുപ്രീം കോടതിയുടെ 6-അംഗ ബെഞ്ചിലേക്ക്. പരിഗണിക്കുന്നത് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കണമെന്ന സർക്കാരിന്റെ തിരുത്തൽ ഹർജി. കൽപ്പിത സർവകലാശാലകളിലും ന്യൂനപക്ഷ കോളേജുകളിലും മെഡിക്കൽ പ്രവേശനത്തിന് സർക്കാർ കൌൺസിലിംഗ് തന്നെ വേണമെന്ന് MCI സുപ്രീം കോടതിയിൽ. സുക്മയിലെ മാവോയിസ്റ്റ് അക്രമം സർക്കാരിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് കേന്ദ്രം. രാജ്നാഥ് സിംഗ് സുക്മയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആഭ്യന്തര മന്ത്രാലയം പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഇന്റലിജൻസിന് വീഴ്ച സംഭവിച്ചുവെന്ന് വിലയിരുത്തൽ. ഉത്തര കൊറിയ പ്രകോപനം തുടരുന്നതിനിടയിൽ അമേരിക്കൻ പടക്കപ്പൽ കൊറിയൻ തീരത്ത്. സാഹചര്യം വിലയിരുത്താൻ നാളെ അമേരിക്കൻ സെനറ്റർമാരുടെ യോഗം. കൊറിയൻ മേഖലയിൽ സംഘർഷാവസ്ഥ മൂർച്ഛിക്കുന്നു. പൊമ്പിളായ ഒരുമയുടെ സമരത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിന്റെ പേരിൽ എം മണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വച്ചതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മണിയുടെ നാട്ടുശൈലിയെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. എന്നാൽ എം മണിയുടേത് സ്ത്രീവിരുദ്ധ പ്രസംഗം തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരംഭിച്ചപ്പോൾ തന്നെ മന്ത്രി എം മണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു. അടിയന്തര പ്രമേയ വേളയിലെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി എം മണിയെ പൂർണ്ണമായും സംരക്ഷിച്ചു. മണിയുടേത് ആ നാടിന്റെ ശൈലി, അതിനെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമം, മുഖ്യമന്ത്രി പറഞ്ഞു. ആ നാടിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പ്രതിപക്ഷം തൃപ്തരായില്ല. മണിയുടേത് സ്ത്രീവിരുദ്ധ പരാമർശം തന്നെ. പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. EMSന്റെ പാർട്ടി എം മണിയുടെ പാർട്ടിയായി അധപ്പതിച്ചെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കുറ്റമേറ്റുപറഞ്ഞ മന്ത്രിയെ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയുമാണ് എം മണി അപമാനിച്ചിരിക്കുന്നത്. ആരെ ഊളംപാറയിലേക്ക് അയച്ചാലും മണിയെ ഊളംപാറയിലേക്ക് അയക്കരുതെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരിഹാസം. മണിയെ അയച്ചാൽ അവിടെയുള്ളവർ ചാടിപ്പോകും. സർ, ഊളപ്പാറയിൽ ആരെ വേണമെങ്കിലും വിട്ടോ, ദയവായി മണി ഊളപ്പാറയിൽ പോകരുത്. കാരണം അവിടെയുള്ളവർ സ്ഥലം വിട്ടുകളെ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിൽ. ബഹളം ശക്തമായതോടെ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പ്രതിപക്ഷത്തിന് നേരെ ക്ഷുഭിതനായി. മന്ത്രി എപ്പോൾ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ ചെയറിന് യാതൊരു നിർബന്ധവുമില്ല. ഒടുവിൽ നടപടികൾ സ്പീക്കർ താൽക്കാലികമായി നിർത്തിവെച്ചു. 40 മിനിറ്റിന് ശേഷം സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു.
റിപ്പോർട്ടർ തിരുവനന്തപുരം. അതേസമയം എം മണിക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിരിക്കുന്നു. സംസ്ഥാന സമിതിയായിരിക്കും എന്ത് ശിക്ഷണ നടപടികൾ എടുക്കുക എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വളരെ രൂക്ഷമായ വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. വിമർശനങ്ങളോട് എം മണി എങ്ങനെ പ്രതികരിച്ചു? അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, നടപടിയുടെ സ്വഭാവം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച ധാരണയുണ്ടോ? സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റിന്റെ ഈ ശുപാർശകൾക്കനുസരിച്ചുള്ള നടപടി എപ്പോൾ എടുക്കും? അഭിലാഷ, നടപടി എം മണിക്കെതിരായ പാർട്ടി നടപടി ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എം മണി അച്ചടക്ക ലംഘനം നടത്തി, എം മണിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവുണ്ടായി എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രൂക്ഷമായ വിമർശനങ്ങളാണ് മന്ത്രി എം മണിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. തീർത്തും ജാഗ്രത കുറവാണ് മണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരത്തിൽ മണി പ്രസംഗിക്കുന്നത് ആദ്യമായല്ല. ഈ തീർത്തും ജാഗ്രത കുറവായി മണി ഇതിനു മുൻപും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴും പാർട്ടി നടപടി താക്കീതിലും അതുപോലെ സമാനമായ രീതിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി കടന്നിരുന്നു. ഇതെല്ലാം തന്നെ സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. പക്ഷേ ഇതിൽ നിന്നൊന്നും തന്നെ മണി പാഠം ഉൾക്കൊണ്ടില്ല എന്നൊരു വിമർശനം, രൂക്ഷമായ ഒരു വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മൾ ശ്രദ്ധേയമായ കാര്യം, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മണിയുടെ നിലപാടിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വിമർശനങ്ങളോട് മണി സഹിഷ്ണുതാപരമായി തന്നെയാണ് പ്രതികരിച്ചത്. ഇതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന എം മണി എന്ത് നടപടി ഉണ്ടായാലും താൻ അത് അംഗീകരിക്കും, തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ എന്നാണ് എം മണി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അദ്ദേഹം ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. എന്തായാലും എം മണിക്കെതിരായ പാർട്ടി നടപടി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ താക്കീതിൽ നടപടി ഒതുക്കാനായിരിക്കും ഈ ഘട്ടത്തിൽ സാധ്യത. പക്ഷേ എം മണി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് ഒരു ചർച്ചകളിൽ എം മണി സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം എം മണി നടത്തിയിട്ടില്ല എന്നതാണ്. ശരി, വ്യക്തമാണ് ശ്രീജിത്ത്. എം മണിക്കെതിരെ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിരിക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിരിക്കുന്നു. സംസ്ഥാന സമിതി നടപടി എന്താകും എന്ന് തീരുമാനിക്കും. വിശദമായ ചർച്ചകളിലേക്ക് MLA-മാരായ ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ സണ്ണി ജോസഫ്, BJP നേതാവ് ശ്രീ VV രാജേഷ്, ഒപ്പം പൊമ്പളായ ഒരുമയുടെ ഗോമതി അഗസ്റ്റിൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സണ്ണി ജോസഫ്, എം മണി 20 ഏക്കറിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. അത് രാഷ്ട്രീയമായി ഒട്ടും ശരിയല്ലാത്ത ഒരു പ്രസംഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയും നടപടിയെടുക്കുന്നത്. അങ്ങനെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ ധാരാളമുള്ള ഒരു പ്രസംഗം തന്നെയാണ് മണി നടത്തിയത്. പക്ഷേ അതിൽ സ്ത്രീ വിരുദ്ധത, ഏതെങ്കിലും ഒരു വിഭാഗം സ്ത്രീകളെ കടന്നാക്രമിച്ചു എന്ന് പറയുന്നത് ഒരു അതിവായനയായി പോകും. അങ്ങനെ ആദ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് പ്രതിപക്ഷവും അത് ആവർത്തിക്കുന്നതാകും. പക്ഷേ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എം മണി എന്ന് ആവർത്തിച്ച് ഇനി ആരോപിക്കേണ്ട കാര്യമുണ്ടോ? വ്യക്തമായിട്ടുമുണ്ട്. എന്തുകൊണ്ടില്ല? അദ്ദേഹം എന്തുകൊണ്ട് മാപ്പ് പറയാൻ നിർബന്ധിതനായി? അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചില്ലേ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പ്രസംഗം സ്ത്രീവിരുദ്ധമായിരുന്നുവെന്ന് പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റ് കക്ഷികളോ അല്ല പറഞ്ഞത്. CPM-ന്റെ നേതാക്കന്മാരെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി തന്നെ പറഞ്ഞു. CPM-ന്റെ വനിതാ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കാനം എന്താ പറയുന്നത്? കാനം അത് ഏറ്റെടുക്കുന്നില്ല, അതിനെ തള്ളിപ്പറയാണ്. CPM ഇപ്പോൾ ഇത് പാർട്ടിക്കകത്തുള്ള ഒരു അച്ചടക്കം, ഒരു ശാസനം കൊണ്ട് തീരുന്ന വിഷയമല്ല. കാരണം മന്ത്രിയാണ്. ഇതിന്റെ വിഷയം എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. അദ്ദേഹം നേരത്തെയും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തൊടുപുഴ പ്രസംഗം എന്തായിരുന്നു? 1, 2, 3 ഞങ്ങൾ ആളുകളെ കൊന്നു എന്ന് പറഞ്ഞു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളെ കളിപ്പിക്കരുത്, അദ്ദേഹത്തോട് ഇടുക്കി ജില്ലയിൽ നിന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇടുക്കിക്ക് പുറത്ത് അദ്ദേഹത്തെ സംസ്ഥാന നേതാവായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തിയത്. അദ്ദേഹത്തെ മറ്റു ജില്ലകളിലെ പ്രാസംഗികനായിട്ട് അദ്ദേഹത്തെ ഉയർത്തുക ചെയ്ത്, ആ പ്രസംഗം ആസ്വദിക്കുക ചെയ്ത്, ആ പ്രസംഗത്തെ പ്രോത്സാഹിപ്പിക്കുക ചെയ്ത്, അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകുക ചെയ്ത്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയത്. ഇവിടെ അടിസ്ഥാനപരമായ തെറ്റ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ഒന്നാമത്തെ ഫസ്റ്റ് ടൈമിൽ മത്സരിച്ച് ജയിച്ചു വന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ എന്റെ സ്നേഹിതൻ അബ്ദുൽ ഖാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്. 3rd ടൈമിൽ
സുരേഷ് കുറുപ്പുണ്ട്, MP ആയിരുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം MP ആയിരുന്നിട്ട് സെക്കൻഡ് ടൈമിൽ MLA ആയ. അല്ല, തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗം അധിക്ഷേപകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീ സണ്ണി ജോസഫ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഞാൻ അതിലെ സ്ത്രീ വിരുദ്ധം എന്ന ആംഗിളിൽ മാത്രമാണ് ചോദ്യം ഉന്നയിച്ചത്. ഞാൻ അതിലേക്ക് വരാം, താങ്കളിലേക്ക്. ഗോമതി അഗസ്റ്റിൻ, പൊമ്പിള ഒരുമൈ നേതാവ്, മൂന്നാറിൽ നിന്ന്. ശ്രീമതി ഗോമതി, ഒന്ന്, ഇന്ന് MM മണി എന്താണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് നിയമസഭയിൽ വിശദീകരിച്ചിരിക്കുന്നു. അദ്ദേഹം നേരത്തെ പോലെ ഇപ്പോഴും പറയുന്നു, പൊമ്പിള ഒരുമയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചോ ഞാൻ ആക്ഷേപകരമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. അത് MM മണി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ TV-യിൽ കണ്ടു, കേട്ടു, എല്ലാം ചെയ്തതാ. പറഞ്ഞില്ല, ഞാൻ പൊമ്പിള ഉരിമയെക്കുറിച്ച് പറഞ്ഞില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്? പൊമ്പിള ഉരിമയെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ? മൊത്തം വനിതകളൊക്കെ കൂടുന്ന പേടിയാണോ? പറയണ്ടേ? ഞാൻ പറഞ്ഞു 1 2 3 എന്ന പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു MM മണി? എന്താണ് നിങ്ങൾ TV-യിൽ കണ്ടത്? 1 2 3 എന്ന് പറയുന്ന മുമ്പ് കൊല ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, 1 2 3യുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞില്ല, ആദ്യം തൊട്ട് അവരുടെ ഈ 20 ഏക്കറിലെ പ്രസംഗത്തിൽ, കുഞ്ചിത്തണ്ണിയിലെ പ്രസംഗത്തിൽ എന്ത് പറഞ്ഞു? സമരം നടന്നു. പൊമ്പിള ഉരിമ സമരം നടന്നു. പൊമ്പിള ഉരിമ സമരത്തിൽ കുടിയും കൂത്തുമായി ഉണ്ടായിരുന്നു. ആ കാടിനകത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നൊക്കെ അവർ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയണോ? ഞങ്ങൾ TV കേട്ടിട്ടാ നേരെ അടിമാലിയിൽ. ഞാൻ പറയട്ടെ, അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ ഇടുക്കിയിൽ നടന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ പറയുകയാണ്. ഒന്ന്, സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ഒഴിപ്പിക്കൽ. 2, പൊമ്പിള ഒരുമയ സമരം. 3, ഇപ്പോഴത്തെ ശ്രീറാം വെങ്കട്ടരാമന്റെ ഒഴിപ്പിക്കൽ. ഈ 3 സംഭവങ്ങളും കവർ ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ അവിടെ വന്നു. ഈ 3 സംഭവങ്ങളിലും ആദ്യത്തെ സംഭവത്തിൽ സുരേഷ് കുമാറിന്റെ കൂടെ ഗസ്റ്റ് ഹൗസിൽ, രണ്ടാമത്തെ സംഭവത്തിൽ പൊമ്പിള ഒരുമയുടെ സമരത്തിൽ, അതാണ് അദ്ദേഹം കാട്ടിൽ എന്നുദ്ദേശിച്ചത്. മൂന്നാമത്തേത് ഇപ്പോഴുള്ള ശ്രീറാമിന്റെ ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അവിടെ വന്നിട്ടുള്ള ആളുകൾ, അതായത് ഞങ്ങൾ ചാനലുകാർ, കുടിയും മറ്റു കാര്യങ്ങളും നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചാനലുകാരെ കുറിച്ചുള്ള ആക്ഷേപമാണ്. ആക്ഷേപം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ഞങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപമായി നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. MM മണി അത് വിശദീകരിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? ഇപ്പോൾ ഇവിടെ സ്ഥലം പ്രശ്നമുണ്ടല്ലോ, കയ്യേറി പിടിച്ച സ്ഥലം പ്രശ്നമുണ്ടല്ലോ. അത് മാറ്റിമറിക്കാൻ MM മണി ഞങ്ങളുടെ പേര് പറഞ്ഞതാ. അത് കയ്യേറി പിടിച്ചതൊക്കെ അവരാ. അപ്പോൾ മീഡിയക്കാരും എല്ലാവരുടെ ശ്രദ്ധയും ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് അവർ ചെയ്ത പണിയാണെന്ന, ഈ CPM-കാരും അവരും ചെയ്ത പണിയാണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല. ഇപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും പൊമ്പിള ഒരുമയ്ക്ക് വന്നില്ലേ? ഈ സ്ഥലത്തിന്റെ പ്രശ്നം അവിടെ നിന്നുപോയില്ല, നടക്കുന്നുണ്ട്. പക്ഷേ മൊത്തം ഞങ്ങളെ, ഈ കേരളം മൊത്തം ഞങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പണി ഇത് മാത്രമല്ല, ഇത് സ്ഥിരം പണിയാ അവർക്ക്. ഇത് സ്ഥിരം പണിയാ, ഇത് കയ്യിലുള്ള പണിയാ അവർക്ക്, സ്വന്തം തൊഴിലാ അവർക്ക്. ഇത് ഞാൻ ചോദിക്കുന്നത് ഗോമതി, ശരി, ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാകാം. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് തെറ്റൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തൊഴിലാളി സ്ത്രീകളെ സംബന്ധിച്ച് ആത്മാഭിമാനം മുറിവേക്കപ്പെടുന്ന സാഹചര്യം വാർത്ത കണ്ടപ്പോൾ ഉണ്ടായി. പക്ഷെ ഇന്ന് MM മണി വിശദീകരിക്കുമ്പോൾ നിയമസഭയിൽ തന്നെ ഞാൻ പൊമ്പിള ഒരുമയെക്കുറിച്ചോ അതിലെ സ്ത്രീ തൊഴിലാളികളെ കുറിച്ചോ അല്ല അത് പറഞ്ഞത് എന്ന് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കത് മനസ്സിലാകേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ കണ്ടതല്ലേ, TV-യിൽ അവർ പറഞ്ഞത് ഞങ്ങൾ കണ്ടതല്ലേ. അവർ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയും. അങ്ങനെ ഉള്ള ആൾക്കാർ, CPM-ലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സ്ഥിരം പണി ഇതാ. പറയും, പിന്നെ ഇല്ലെന്ന് പറയും, പിന്നെ വേറെ ആൾ പറയും അത് മാറ്റി പറഞ്ഞായിരിക്കും, നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് അവരുടെ സ്ഥിരം പണിയാ. പൊമ്പിള ഒരുമയെക്കുറിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ഞങ്ങൾ കേട്ടില്ല. ഞങ്ങൾ ചുമ്മാ MM മണിക്കെതിരായിട്ട് സമരത്തിൽ വന്നു. പക്ഷേ ഇവിടെ വന്ന സ്ത്രീകളും കുറേ സംഘടനകളും ചുമ്മാ വന്നതാണോ? TV കണ്ടിട്ട് ചുമ്മാ വന്നതാണോ? MM മണി പറയാതെ തന്നെ ഇവർ വന്നവരാണോ? മന്ത്രി MM മണി TV-യിൽ പറഞ്ഞതാണ്. അടിമാലിയിൽ പ്രസംഗിച്ചപ്പോൾ ഇത് പറഞ്ഞതാണ്.
പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ 22-ാം തീയതി ഇവിടെ ഒരു പബ്ലിക് മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചിരുന്നു. 1 ഏക്കർ ഭൂമി 1 ഏക്കർ ഭൂമിയും അതിൽ വീടും കൃഷി ചെയ്യാനായിട്ട് പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും തോട്ടം തൊഴിലാളികൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് മീറ്റിംഗ് വെച്ചായിരുന്നു. അതിൽ വെച്ചിട്ട് അന്ന് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി 1 ഏക്കർ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് 22-ാം തീയതി CA പെർമിഷൻ കൊടുക്കാത്തത്. CA MM മണി CPM-യുടെ ആളാണ്. ഇവിടെ പാർട്ടി നേതാക്കന്മാർ എന്ത് പറയുവോ അതാണ് ഈ CAയുടെ പണി. വേറെ ന്യായമായിട്ട് ആരെങ്കിലും പോയാലും അവര് പറയണം അതൊക്കെ വേറെ കാര്യം. ഇപ്പോ ഗോമതി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്നാറിൽ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് സമരത്തിൽ ഇറങ്ങേണ്ടി വന്നത്? സമരം ചെയ്ത തൊഴിലാളി സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ. MM മണി പറയുന്നു, സമരം ചെയ്ത തൊഴിലാളി സ്ത്രീകളെ ഞാൻ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല. സമരം ചെയ്ത തൊഴിലാളി സ്ത്രീകളെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പൊമ്പിള ഒരുമ എന്ന സംഭവം അവിടെ നടന്നപ്പോൾ വന്നെത്തിയ ആളുകളെ കുറിച്ചാണ്, അവിടെ വന്ന, അതായത് മൂന്നാറിലേക്ക് വന്ന, പുറത്തുനിന്ന് വന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ വാചകങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞത് എന്ന് MM മണി വിശദീകരിച്ചാലും എന്തുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത്? ഞങ്ങൾ കേട്ടു. MM മണി പറയും, ഞാൻ പറഞ്ഞില്ലേ, അവരെ പണ്ട് തൊട്ട് പറയുന്നതാ നേതൃത്വം. അവർ പാർട്ടിക്ക് എതിരായിട്ട് ഏത് പെണ്ണും വന്നാലും അവരുടെ പണി പറയുന്നതാ. ഞാൻ പറഞ്ഞില്ലേ, അവർ സ്ഥിരം പണി ഇതാ. ഏത് പെണ്ണായാലും തെരുവിൽ വെച്ച് അവർ എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തും. അങ്ങനെയുള്ള ആൾക്കാരായി ഇവർ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടാ. ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചില്ല, നടു റോട്ടിൽ കുത്തിയിരിക്കാൻ തീരുമാനിച്ചതല്ല. പൊമ്പള ഉരിമ സമരത്തിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ മൂന്നാറിൽ ഇന്ന് വരെ പൊമ്പള ഉരിമയിൽ വന്നവർക്ക് ഇന്നും പ്രശ്നമുണ്ട്. കമ്പനിയുമായിട്ടും ഈ ട്രേഡ് യൂണിയനുമായിട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ലല്ലോ. ഈ അടുത്ത ദിവസം വരെ താങ്കൾ CPIM-ലായിരുന്നല്ലോ. ഇത് മുൻകാല പ്രശ്നങ്ങൾ, CPIM പൊതുവെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതിയോടുള്ള അമർഷം, അങ്ങനെയൊന്നും കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. ഇവിടെ ചാനലുകാരെ കുറിച്ച് അധിക്ഷേപകരമായ ചില കാര്യങ്ങൾ MM മണി എന്ന മന്ത്രി പറയുന്നു. അത് അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ സമരം നടത്തുന്നത് എന്തിനാണ്? നിങ്ങൾ അവിടെ സമരം നടത്തുന്നത് തൊഴിലാളി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ്. അങ്ങനെ ആരോപിക്കാൻ നിങ്ങൾ സമരം നടത്താൻ കാരണം ആദ്യം ചാനലുകളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ് എന്ന് പൂർണ്ണമായ രൂപത്തിൽ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങളെ അല്ല എന്ന് വ്യക്തമായതിന് ശേഷവും അവിടെ സമരം തുടരുന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകില്ലേ? അതുകൊണ്ടല്ലേ പൊമ്പിള ഒരുമ സമരത്തിൽ അണിചേർന്ന നിരവധിയായ സ്ത്രീകളുണ്ട്. അവരൊന്നും ഈ സമരത്തോടൊപ്പം ഇല്ലാത്തത് അതുകൊണ്ടല്ലേ? ഞങ്ങൾ അവരൊക്കെ പണിക്ക് പോയി. ഞങ്ങൾ കേട്ടു, കാട് കയറി പോയിട്ട് മറ്റ പണിയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. മറ്റ പണി എന്ന് വെച്ചാൽ അവരുടെ നാടൻ ഭാഷയിൽ എന്ത് പണിയാ? ഇടുക്കിയിൽ അങ്ങനെ ഒരു ഭാഷയില്ല. നാടൻ ഭാഷ എന്ന ഒരു ഭാഷയില്ല. മറ്റ പണിയാണെന്ന് വെച്ചാൽ എന്ത് പണിയാ? അങ്ങനെ നിങ്ങളുടെ കൂടെ ഉള്ളവരെ അങ്ങനെ പറയുവോ? നിങ്ങൾ 5 പെണ്ണുമക്കളെ പെറ്റെന്ന് പറയുന്നുണ്ടല്ലോ, മറ്റ പണിക്ക് എൻ്റെ മോൾ പോയെന്ന് നിങ്ങൾ പറയുവോ? ഇവർ പറയുന്ന ആളാ. പറഞ്ഞത് കേട്ടിട്ടാ ഞങ്ങൾ തെരുവിൽ ഇറക്കിയ MM മണിയാണ് ഞങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ട് രാജിവെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ തെരുവിൽ ഇറങ്ങാൻ തീരുമാനിച്ചില്ല. തെരുവിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രശ്നം ഇന്നും ഉണ്ട്. ഈ പൊമ്പള ഉരിമ സമരം നടന്ന് തീർന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഇന്നും തീർന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നത് യോജിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ പൊമ്പള ഉരിമയിൽ വന്നവര് അമ്മമാരുണ്ട്, തല്ലന്മാരുണ്ട്, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മൊത്തം നാണക്കേടാ. അങ്ങനെയാണെങ്കിൽ ഗോമതി, അന്ന് സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഈ സമരത്തിന്റെ ഒപ്പവും വേണ്ടേ? MM മണി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 4 പേരാണെന്നാണ്. എന്തുകൊണ്ടാണ് പൊമ്പിള ഒരുമയിലെ 4 പേരൊഴികെയുള്ള ബാക്കി ആർക്കും തെരുവിൽ ഇറങ്ങണമെന്നോ സമരം ചെയ്യണമെന്നോ MM മണി രാജിവെക്കണമെന്നോ കാലിൽ വീണ് മാപ്പ് പറയണമെന്നോ എന്നൊന്നും തോന്നാത്തത്? പണി പോലെ സ്വന്തം വീട് വേണ്ടേ? MM മണിയെ എതിർത്തിട്ട് ഇവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ എതിർത്തിട്ട് മൂന്നാറിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. ഇവർ ഈ CPM-കാർ പോയി ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ഇവർ ഗുണ്ടായുസം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ടാ വരാത്തത്. അതിനു മുമ്പ് നിങ്ങൾ പണിക്ക് പോയിക്കോ, നേതൃത്വം നൽകാൻ ഞങ്ങൾ ഇരിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാവരും കണ്ടതാ. ഇന്നലെ തൊട്ട് ഇവർ ഗുണ്ടായുസത്തോട് ഞങ്ങളെ രാവിലെ തൊട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. CPM-കാർ ഞങ്ങളുടെ പന്തലിൽ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇത് ഓട്ടോ സ്റ്റാൻഡാണ്,
ഡ്രൈവർമാർ ഞങ്ങൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പോയി ആ പന്തലിന്റെ അകത്ത് വണ്ടിയിട് എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽക്കാരുടെ വണ്ടി മാറ്റിയിടാൻ പറയുന്നുണ്ട്. എന്ത് തരത്തിലെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ വരുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ സുരക്ഷയില്ല. പോലീസുകാർ അവരുടെ കൂടെയാണ്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ അവരെ വരേണ്ടെന്ന് പറഞ്ഞത്. കണ്ടില്ല നിങ്ങൾ സമരത്തിൽ കുത്തിയിരുന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അന്ന് ഞങ്ങൾ ഈ മൂന്നാറിൽ എത്തും. അത് ഞങ്ങൾ പറഞ്ഞു ശരി നിങ്ങൾ പണി ചെയ്യ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ഇരിക്കാന്ന് പറഞ്ഞു. ഒരു പെണ്ണ് സമരം ഇരുന്നാലും അത് സമരം തന്നെയാ, 1000 പെണ്ണ് സമരം ഇരുന്നാലും സമരം തന്നെയാ. അത് ശക്തി വേണം. അതായത് മണി ഇക്കാര്യം വിശദീകരിച്ചതുകൊണ്ട് മണി ഇക്കാര്യം വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല. ശരി, സമരം എപ്പോൾ അവസാനിപ്പിക്കും? മണി രാജിവെക്കാതെ ഈ സമരം നിർത്തില്ല എന്നാണോ? മണി രാജിവെക്കണം, മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സമരം നിർത്തില്ല. ഈ 4 പേരുടെ സമരം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരും. 4 പേരുടെ സമരം നാളെ രണ്ടാളുടെ സമരമായി മാറും, 3 ആളുടെ സമരമായി മാറും, 10 ആളുടെ സമരമായി മാറും, ഒരാളുടെ സമരമായി മാറും. ഒരാൾ ഇരുന്നിട്ട് ഞങ്ങൾ സമരം ഇരിക്കും. എത്ര വേണമെന്ന് അവർ തീരുമാനിക്കേണ്ട. 1000 പേർ വേണോ സമരം ചെയ്യാൻ? ഒരു നിമിഷം. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, ഇവിടെ മണി സ്ത്രീകളെ അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ മുറിവേൽപ്പിച്ചു എന്നൊക്കെ ആരോപിക്കുന്നതിന്റെ സാധുതയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് തന്നെ നേരത്തെയുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞുവല്ലോ, അദ്ദേഹം വളരെ അധിക്ഷേപകരമായ സംസാരമാണ് നടത്തിയത്. അവിടെ ജോലി ചെയ്യുന്ന സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ, ഒപ്പം മാധ്യമ പ്രവർത്തകരെയൊക്കെ ഭീഷണിപ്പെടുത്തിയോ ശകാരിച്ചോ ഒക്കെ എന്തോ താല്പര്യം സംരക്ഷിക്കാൻ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള അധിക്ഷേപ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ 100% സത്യത്തോടും നീതിയോടും കൂറുള്ളവരായിരിക്കണമല്ലോ. ഈ സമരം ചെയ്ത തൊഴിലാളി സ്ത്രീകളെ അദ്ദേഹം ആക്ഷേപിച്ചു എന്നുള്ളത് ഇല്ലാത്ത ഒരു ദുരാരോപണമല്ലേ? ഞാൻ ആ പ്രസംഗം കേട്ടത് കൊണ്ട് ചോദിക്കുകയാണ്. 17 മിനിറ്റും 21 സെക്കൻഡുമുള്ള ആ പ്രസംഗം ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ്. യൂട്യൂബിലുണ്ട്, മറ്റ് സൈബർ മീഡിയയിൽ എല്ലായിടത്തുമുണ്ട്. അത് കേട്ടാൽ അദ്ദേഹം തൊഴിലാളി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് നമുക്ക് തോന്നുമോ? വ്യക്തമായിട്ട് തൊഴിലാളി സ്ത്രീകളെ മാത്രമല്ല, മൊത്തം സ്ത്രീത്വത്തെ അദ്ദേഹം ആക്ഷേപിച്ചു. ഇപ്പൊ നേരത്തെ ഗോമതി പറഞ്ഞ എന്താണ്, കാട്ടിലാണ് രാത്രിയിൽ പണി എന്ന് പറഞ്ഞാൽ അതിനൊരു അസഭ്യതയുടെ ഒരു വലിയൊരു മീനിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ വനിതാ നേതാക്കന്മാർ TNCM എന്താ പറഞ്ഞത്? ഇന്ന് നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും ഭരണകക്ഷി ഭാഗത്തുള്ള വനിതാ MLA-മാരും മന്ത്രിമാരും തല താഴ്ത്തിയിരുന്നതുകൊണ്ടാണ്. അവർക്കറിയാം, അവരുടെ മനസാക്ഷിയിൽ നിന്ന് പറയും. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി മണിക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്നത്? എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വരും? ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പെറ്റീഷൻ പോയിരിക്കുകയാണ്. കോടതി സ്വാഭാവികമായിട്ട് എന്താ പറയുക, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറയേണ്ടി വരും. അദ്ദേഹം എത്ര കണ്ട് കടിച്ചു തൂങ്ങുന്നോ അദ്ദേഹത്തിന് തന്നെ അപകടകരമായി. ഇന്നെന്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നിയമസഭയിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗം എഴുതി വായിച്ചത്, വിശദീകരണം എഴുതി വായിച്ചത്? വാക്കുകളില്ലാത്തതുകൊണ്ടല്ലോ. വാക്കുകളുണ്ട്, വാക്കുകൾക്ക് നിയന്ത്രണം വേണം എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വൈകി ഉദിച്ച ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ന്യായീകരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും മണി തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ഇത് ഗ്രാമീണ ഭാഷയാണെന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചയാളാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ LP വിദ്യാഭ്യാസവും പിന്നീട് കോളേജ് വിദ്യാഭ്യാസം നടത്തിയ ആളാണ്. എനിക്കറിയാം ഇടുക്കിക്കാരെല്ലാവരും അങ്ങനെ അസഭ്യം പറയുന്നവരാണോ? ഇപ്പൊ ഗോമതി പറഞ്ഞില്ലേ, ഇടുക്കി ജില്ലക്കാർ അസഭ്യം പറയുന്നവരല്ല, കർഷകരും കർഷക തൊഴിലാളികളും അസഭ്യം പറയുന്നവരല്ല. അതാണിന്ന് പ്രതിപക്ഷ നേതാവ് വെള്ളയീശ്വരനെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർ, ഇമ്പിച്ചായ ഉൾപ്പെടെ മന്ത്രിമാരായിരുന്നവരില്ലേ, അവരൊക്കെ വിദ്യാസമ്പന്നരല്ല. മണി ഇംഗ്ലീഷ് പറയണമെന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷെ മണി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. സഭ്യമായ ഭാഷ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടി പഠിപ്പിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തി നേതാവാകണമെങ്കിൽ ആ വ്യക്തി മാർക്സിസം ലെനിനിസം പഠിക്കണം. ആ വ്യക്തി കുറച്ചെങ്കിലും ലോക ചരിത്രം പഠിക്കണം. ആ വ്യക്തി സാമ്പത്തിക ശാസ്ത്രം കുറച്ചെങ്കിലും പഠിക്കണം. ഒരു വ്യക്തി നേതാവ്, ഒരു പ്രവർത്തകനാണെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയാണെങ്കിൽ, SFI ഭാരവാഹിയാണെങ്കിൽ ലോക ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും മാർക്സിസം ലെനിനിസവും പഠിക്കണമെന്നിരിക്കെ ആളുകളെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു മന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള വ്യക്തിക്ക് നല്ല ഭാഷ, മലയാള ഭാഷ പറയാൻ അറിയില്ല, അത് നാടൻ ഭാഷയാണെന്ന് പറഞ്ഞാൽ അത് നാട്ടുകാരെ ആക്ഷേപിക്കലാണ്. നാട്ടുകാരും ചീത്ത പറയുന്നവരല്ല.
നാട്ടുകാരും സ്ത്രീകളെ ആക്ഷേപിക്കുന്നവരല്ല. ശരി, അതാണ് കോൺഗ്രസ് നിലപാട്. എനിക്ക് CPM-ന്റെ നിലപാട് കിട്ടേണ്ടതുണ്ട്. KV അബ്ദുൽ ഖാദർ MLA, എനിക്ക് അദ്ദേഹത്തെ കിട്ടണം. അത് ചെറിയ സാങ്കേതിക തകരാറ് മൂലം ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJP നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ന് MM മണി നിയമസഭയിലും വിശദീകരിച്ചു, ഞാൻ ഉദ്ദേശിച്ചതോ ഞാൻ വിമർശിച്ചതോ സമരം ചെയ്ത തൊഴിലാളി സ്ത്രീകളെ അല്ല എന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ സാധു തന്നെ. അദ്ദേഹത്തിന്റെ ആ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇപ്പോൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കേണ്ടേ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ എന്തിനാണ് സ്വമേധയാ മണിക്കെതിരെ കേസെടുത്തത്? മന്ത്രി മണി സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിലനിൽക്കുന്ന നിയമപ്രകാരം മന്ത്രി മണിക്കെതിരെ കേസെടുത്തത്? അല്ല, അത് പ്രാഥമികമായി മുൻപിൽ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. സ്വാഭാവികമായും പ്രാഥമികമായി വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ തന്നെയും വാർത്ത കൊടുത്തത്. ആദ്യ മണിക്കൂറുകളിൽ MM മണി സംസാരിക്കുന്നതിന്റെ 18 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വിഷ്വൽ മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. അത് കണ്ടാൽ MM മണി സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത് എന്ന് തോന്നും. പക്ഷെ അദ്ദേഹം സംസാരിച്ചതിന്റെ 17 മിനിറ്റും 21 സെക്കൻഡും ദൈർഘ്യമുള്ള പൂർണ്ണമായ രൂപത്തിലുള്ള വീഡിയോ പുറത്തു വരുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമല്ലേ അത്? അല്ല, അത് തെളിയിക്കേണ്ട ബാധ്യത കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനുള്ളതല്ല. അത് തെളിയിക്കേണ്ട ബാധ്യത MM മണിക്കുള്ളതാണ്. മണി സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി ഇപ്പൊ പറയുമ്പോ അത് ഇപ്പൊ കേസെടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇപ്പോ വിവിധ ചാനലുകളോ ഇതിന്റെ മേലെ ഇനി അടുത്ത പണിയെടുക്കണം. മനസ്സിലായില്ലേ? ഇതുവരെ നടത്തിയിട്ടുള്ള ചാനലുകൾ പുറത്തുവിട്ടിട്ടുള്ള വാർത്തകൾ മുഴുവൻ കേട്ട കേരളത്തിന്റെ പൊതുസമൂഹത്തോടോ നമ്മുടെ ജനങ്ങളോടോ ഇത് ഇനി വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് ഇനി കൂടുതൽ പണിയെടുക്കേണ്ട സാഹചര്യമാണുള്ളത് മിസ്റ്റർ അഭിലാഷ്. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായില്ല. ശരി, ഒരു പ്രസംഗം വന്നു, അതിലെ ഒരു ഭാഗം എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നു, എല്ലാവരും അതിനെ അപലപിക്കുന്നു. താങ്കളുടെ പാർട്ടിയും ഇതര പാർട്ടികളും എന്തിന് CPIM-ലെ നേതാക്കളടക്കം അതിനെ അപലപിക്കുന്നു. പക്ഷേ ആ പ്രസംഗം നടത്തിയ ആൾ ഞാൻ അതല്ല വേറൊരു കാര്യമാണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്നു. ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് അത് ഇങ്ങനെയാണെന്ന് വിശദീകരിച്ചാൽ പോരെ? അല്ലാതെ എന്ത് പണിയാണ് എടുക്കാനുള്ളത്? ഞാൻ ചോദിക്കുന്നത് ഇത്ര വിവരമില്ലാത്തവരാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ? ഒരു മന്ത്രി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ആ വിഷയം കേരളത്തിൽ കത്തിപ്പടർന്ന് ചർച്ച ചെയ്യുകയും ആ വിഷയം പൊതുസമൂഹത്തിന്റെ മനസ്സിനകത്ത് ഇത്ര വലിയ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും എല്ലാം പ്രമുഖമായിട്ടുള്ള ചാനലുകളും OB വാൻ എടുത്തുകൊണ്ട് ആ സമരരംഗത്തെ ചിത്രീകരിക്കുകയും അവിടെ പറയുന്ന ഓരോരുത്തരുടെയും വാക്കുകൾ അത് പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ വേറൊരു ക്ലിപ്പിംഗ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇനി അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച നടത്താം. അത് പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്തിക്കട്ടെ. എന്നിട്ട് അതാണ് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ തെറ്റായ ഒരു ധാരണയുണ്ടെങ്കിൽ തിരുത്തണമല്ലോ. ഒന്നാമത്തെ കാര്യം, MM മണി ആ പ്രസംഗം നല്ല നിലക്ക് നടത്തിയ ഒന്നാണ് എന്നാരും പറയില്ല. MM മണി ആ പ്രസംഗം അങ്ങേയറ്റം തെറ്റായ രീതിയിൽ നടത്തിയ ഒന്നാണ്. അങ്ങേയറ്റം അരാഷ്ട്രീയമാണ് അതിന്റെ ഉള്ളടക്കം. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് വെല്ലുവിളിയാണ്. ഒട്ടും പുരോഗമനപരമല്ല ആ പ്രസംഗം. അതുകൊണ്ട് ആ പ്രസംഗത്തോട് ഒരു പോയിന്റ് പോലും യോജിക്കുന്ന പ്രശ്നമില്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അതല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പ്രസംഗത്തെ വിമർശിക്കുമ്പോൾ തന്നെ, ആ പ്രസംഗം തെറ്റായി പോയി എന്ന് പറയുമ്പോൾ തന്നെ അതിലില്ലാത്ത ഒരു കാര്യം ആരോപിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമാണ് എന്റെ സംശയം. അല്ല, അതിലില്ലാത്ത കാര്യം ആരാണ് ആരോപിച്ചത്? MM മണി പറഞ്ഞ പ്രസ്താവനയ്ക്കകത്തുള്ള വിഷയങ്ങൾ മാത്രമേ കേരളത്തിലെ ജനത ഈ നിമിഷം വരെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അത് MM മണി ഉദ്ദേശിച്ച രീതിയിലല്ല ഈ വാക്കുകൾ പുറത്തു വന്നത് എന്നാണ് ഇപ്പൊ MM മണി പറയുന്നത്. എന്താണ് MM മണി ഉദ്ദേശിച്ചത്? അത് അദ്ദേഹമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. മാധ്യമപ്രവർത്തകർ അദ്ദേഹം ഇന്നിപ്പോ നിയമസഭയിൽ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അല്ല, കേരള നിയമസഭ എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയ്ക്കകത്ത് MM മണിക്ക് എന്തും പറയാൻ, എന്തും പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? മൂന്നാറിനകത്ത് ഇന്ന് MM മണി ചെയ്ത ഈ പ്രസ്താവനയുടെ പേരിൽ, അതല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചതിന്റെ പേരിൽ MM മണിയോട് മാറി നിൽക്കാൻ പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് സാധ്യമല്ല. കാരണം മൂന്നാറ് മാത്രമല്ല മിസ്റ്റർ അഭിലാഷ്, കേരളം കിടങ്ങും. MM മണിയുടെ കയ്യിൽ ചില കണക്കുകളും അതൊക്കെ വേറെ വിശാലമായ രാഷ്ട്രീയ വിഷയങ്ങൾ. അതിന്റെ ഒന്നും വസ്തുത എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദയവായി തുടരണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ദയവായി തുടരണം. ശ്രീമതി ഗോമതി അഗസ്റ്റിൻ,
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊമ്പിള ഒരുമയുടെ സമരം അത് കൂലി വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. അതിന് വലിയ ജനപിന്തുണയും ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ ഒരു വികാരവും അതിൽ പ്രതിഫലിച്ചിരുന്നു. ഇന്ന് പക്ഷേ മൂന്നാർ ടൗണിൽ ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അതിന് ജനപിന്തുണയുമില്ല, തൊഴിലാളികളുടെ പ്രാതിനിധ്യവുമില്ല എന്നുള്ളതല്ലേ ശരി? നിങ്ങളിങ്ങനെ സമരം ചെയ്തോളൂ എന്ന് പുറകിൽ നിൽക്കുന്ന ആരെങ്കിലും പറയുന്നത് കൊണ്ട് സമരം ചെയ്താൽ അത് എത്ര വരെ പോകും? ഒരു പോയിന്റിൽ അത് അവസാനിപ്പിക്കേണ്ടി വരില്ലേ എന്നുള്ളത് ഒരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് പ്രശ്നമായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇത് മൊത്തം ലോകത്തിലുള്ള പെണ്ണുങ്ങളെ അവമാനിച്ചതാ. ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല. ആര് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ സമരം തുടരും. CPIM ഇക്കാര്യത്തിൽ പൂർണ്ണമായും MM മണിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? ആലങ്കാരികമായി നാട്ടുഭാഷ തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് എങ്കിലും തെറ്റ് MM മണിയുടെ ഭാഗത്താണ് എന്ന് പറയാതെ കേരളം പോലെ ഒരു പൊതുസമൂഹത്തിൽ ഈ വിഷയം വിശദീകരിക്കാനാകുമോ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ? അല്ല, ഇതിനകത്ത് ഇന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നടത്തിയ 17 മിനിറ്റ് പ്രസംഗം അതിൽ സ്ത്രീകളെ അപമാനിക്കുന്നതോ അവരെ അവഹേളിക്കുന്നതോ ആയിട്ടുള്ള ഒരു പരാമർശവും അതിനകത്തില്ല. അത് സഭയ്ക്ക് പുറത്ത് അദ്ദേഹം വിശദീകരിച്ച കാര്യം, എനിക്ക് ഇത് തെറ്റിദ്ധാരണാജനകമായിട്ട് വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അപ്പം സത്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകാതെ പ്രസംഗിക്കേണ്ടത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ പെൺപിള ഒരുമയെ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ പറയുന്നത് പോലെ അവരെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരു പരാമർശവും നമുക്കതിന് ലഭ്യമല്ല. 17 മിനിറ്റ് പ്രസംഗം ഞാനും കൃത്യമായിട്ട് കേട്ടതാണ്. അതിൽ അദ്ദേഹം നേരത്തെ നടന്ന മൂന്നാർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിനെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അന്ന് ഗസ്റ്റ് ഹൗസിൽ നടന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സബ് കളക്ടറെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ വിയോജിപ്പുള്ളത് ശ്രീ KV അബ്ദുൽ ഖാദർ സുരേഷ് കുമാറിനെയോ മാധ്യമ പ്രവർത്തകരെയോ ഇപ്പോഴത്തെ സബ് കളക്ടറെയോ ഒന്നും അദ്ദേഹം വിമർശിക്കുകയല്ല, അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം മന്ത്രിയാണ്, മന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. അങ്ങനെ ആക്ഷേപിച്ച് വരുതിക്ക് നിർത്തുക എന്നുള്ള ഫാസിസ്റ്റ് തന്ത്രം ഒരു മന്ത്രി പ്രയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയാണോ? ചോദ്യം മുഴുവൻ ഞാൻ കേട്ടില്ല. ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ വിമർശിക്കുകയല്ല ഉണ്ടായത്, ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. അതിൽ ഇപ്പോൾ സെർവിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. ഈ രണ്ടു കൂട്ടരും, ഉദ്യോഗസ്ഥരായാലും മാധ്യമപ്രവർത്തകരായാലും, അവരവിടെ ജോലി ചെയ്യുകയാണല്ലോ. മാധ്യമപ്രവർത്തകർ അവിടെയുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത്. ആ മാധ്യമങ്ങളെക്കുറിച്ച്, ആ മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവിടെ സ്വന്തം ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് മന്ത്രി പദവിയിലിരുന്ന് ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അതങ്ങനെ അധിക്ഷേപിച്ച് നിശബ്ദരാക്കാനോ നിർവീര്യരാക്കാനോ ഉള്ള ഒരു തന്ത്രമാണല്ലോ. അത് കേവലം രാഷ്ട്രീയ ജാഗ്രതയുടെ കുറവ് മാത്രമല്ലല്ലോ. അതിനെ ആ രീതിയിൽ വിശദീകരിക്കാൻ CPIM തയ്യാറാകുമോ? അല്ല, CPIM-ന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകളെ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ആക്ഷേപിച്ച് അവരവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തുക, ഒഴിവാക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല, ഞങ്ങളുടെ പരിപാടിയേ അല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മണി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ, അതേക്കുറിച്ച് പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ നിലപാടെന്താണെന്ന് പാർട്ടിയാണ് വിശദീകരിക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ മന്ത്രിമാരായാലും നേതാക്കളായാലും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കും ഇട നൽകാതെ കാര്യങ്ങൾ പറയുന്ന നേതാക്കളാണ് മഹാഭൂരിപക്ഷവും. ശ്രീ മണിയും അങ്ങനെ പറയുന്ന ആളാണ്. പക്ഷേ ഈ പ്രസംഗത്തിൽ ഇവിടെ ദുർവ്യാഖ്യാനങ്ങൾ കിട നൽകിയിട്ടുണ്ട്.
ചില കാര്യങ്ങൾ. അതേസമയം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം അവിടെ സമരം നടത്തുന്ന ആളുകൾ ആരോപിക്കുന്നത് പോലെ ഒരു സ്ത്രീയെയും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. ഏതെങ്കിലും സ്ത്രീ സംഘടനകളെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചതായിട്ട് 17 മിനിറ്റ് പ്രസംഗം മുഴുവൻ കേട്ടിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ശരി, അങ്ങനെയാണ് താങ്കൾ അതിനെ വിശദീകരിക്കുന്നത്. ശ്രീ വി രാജേഷ്, താങ്കളിലേക്കും വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ഇക്കാര്യത്തിൽ തീർച്ചയായും എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ മന്ത്രി മണി എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാളും പ്രാധാന്യം മൂന്നാറിൽ എന്ത് നടക്കും എന്നുള്ളതിനാണല്ലോ. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഏതെങ്കിലും മന്ത്രിയെ മാറ്റുക, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ശരിയാക്കുക എന്ന അജണ്ടയിലേക്ക് ആ കാര്യത്തെ ചുരുക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കേണ്ടത് മൂന്നാറിനെ തിരിച്ചു പിടിക്കാനല്ലേ? മൂന്നാറിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ, അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്തിനും പോകുന്ന എം മണിയെ ഇറക്കിവിട്ട് CPM ഇത് പറയിച്ചത്. കയ്യേറ്റത്തിന്റെ ചർച്ച ഇപ്പോൾ ഒരിടത്തും നടക്കുന്നില്ല. മൂന്നാർ കേന്ദ്രീകരിച്ച് നടക്കുന്നത് മണി രാജിവെക്കണമെന്നുള്ള ചർച്ച തന്നെയാണ്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് എം മണി നടത്തിയ വെല്ലുവിളികൾ, കൊലവിളികൾ, അതോടൊപ്പം തന്നെ സ്ത്രീകളെ അധിക്ഷേപിച്ച ആ സംസാരം അതിനെ വിടാൻ പറ്റില്ല. അഭിലാഷേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എപ്പോഴും അഭിമാന പുരസ്സരം ശ്രീ എം മണി പറയുമല്ലോ, എൻ്റെ 5 മക്കളുണ്ട്, അതിൽ ഒരു കുട്ടി പൊതുപ്രവർത്തകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണെന്നൊക്കെ. ആ ഒരു പൊതുപ്രവർത്തക നടത്തിയ, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നടത്തിയ പ്രവർത്തനങ്ങളിൽ കാട്ടിൽ രാത്രി ഈ മണി പറഞ്ഞതുപോലെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ 3 തവണ അഭിലാഷ് ചോദിച്ചതിനെ ഗോമതി പറഞ്ഞില്ല. ഒടുവിൽ ഗോമതിയും പറഞ്ഞു കാട്ടിൽ ഞങ്ങൾ രാത്രി മറ്റേ പണിയാണ് എന്ന് പറഞ്ഞാൽ എം മണിയുടെ ആരെങ്കിലും കുറിച്ചാണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അബ്ദുൽ ഖാദർ MLA യും CPM നേതാക്കന്മാരും ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമോ? അതിൽ ഒരു അധിക്ഷേപവും അവമാനവും അഭിലാഷ് കാണുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. ഞാനത് വിശദീകരിക്കാം. ശ്രീ വി രാജേഷ്, ഈ കാട്ടിൽ മറ്റേ പണി എന്ന് പറഞ്ഞത് സമരക്കാരെ അല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. സമരക്കാർക്ക് അങ്ങനെ തോന്നേണ്ടതില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ചല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. ആ പ്രസംഗം ആകെ കേട്ടാൽ, ആ പ്രസംഗം അതിൻ്റെ സമഗ്രതയിൽ നമ്മൾ കേട്ടാൽ അത് തൊഴിലാളി സ്ത്രീകളെ കുറിച്ചാണ് എന്ന് തോന്നുകയുമില്ല. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരെയാണ്. ആരെക്കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷേ ഈ തൊഴിലാളി സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് ഊന്നുന്നതിലാണ് എൻ്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം ആ പ്രസംഗം ശരിയായ നിലയ്ക്ക് നടത്തിയ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. അഭിലാഷിന് ഞാൻ പറയാമല്ലോ അഭിലാഷെ, അഭിലാഷിന് മണി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാനൊരു വ്യഗ്രതയുള്ള പോലെ എനിക്ക് തോന്നുന്നു. പെമ്പിളൈ ഒരു സമരം അവിടെ കണ്ടു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, രാത്രിയിൽ കാട്ടിൽ ഇന്ന പണിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ കണക്ട് ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. അതിനെ അഭിലാഷ് ഒരു 17 മിനിറ്റ് ഒന്നുകൂടെ കേട്ടു നോക്കണോ? അതിനെ കണക്ട് ചെയ്ത് പറയുമ്പോഴേക്കും തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത് ആരെക്കുറിച്ചാണോ അത് തന്നെയാണ്. അതൊരു കോമൺ സെൻസ് ഉള്ള വ്യക്തിക്ക് മേഴ്സിക്കുട്ടിയമ്മയ്ക്കും TN സീമയ്ക്കും ഒക്കെ തന്നെ അതിലൊരു സംശയവും തോന്നിയില്ലല്ലോ. ഇപ്പൊ 48 മണിക്കൂർ കഴിയുമ്പോഴാണല്ലോ ഈ സംശയങ്ങളൊക്കെ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി കയ്യേറ്റത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇത് മാത്രമല്ലല്ലോ, ശ്രീറാം വെങ്കട്ടരാമന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഇദ്ദേഹം പുലഭ്യം പറയുന്നല്ലോ. ഒരു സബ് കളക്ടറെ ചെറ്റയെന്ന് വിളിച്ചല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മണിയുടെ ഈ വിവിടുവായത്തങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും പിന്നാലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക. അതിൽ നിന്നും മൂന്നാറിൽ ഇന്നിപ്പം ലംബോദരൻ 15 കോടി രൂപ ലംബോദരന്റെ മകൻ ഷെയർ മുടക്കിയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരികയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം വെച്ചുകൊണ്ട് കോടികൾ വെട്ടിപ്പിടിച്ച മണിയുടെ കുടുംബത്തെയും അവരുടെ അഴിമതിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ മൂടിവെക്കുക എന്നുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ഉദ്ദേശം തന്നെയാണ് ഇതിൽ വരുന്നത്. ഞാൻ പറയുന്നത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഇന്നലെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്നാറിലുണ്ടായിരുന്നു. തനി ഗുണ്ടായിസമാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഇറക്കിയിട്ടുള്ള എസ് രാജേന്ദ്രന്റെയും മണിയും ചെലവും കൊടുത്ത് നടക്കുന്ന കുറെ DYFI ഗുണ്ടകൾ വന്നിട്ട് മസിലും പെരുക്കി ഇങ്ങനെ സമരം ചെയ്യുന്നവർക്ക് ഇടുക്കി BJPയുടെ ജില്ലാ പ്രസിഡന്റ് വാഹനത്തിന് മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മസിൽ പെരുപ്പിച്ച് കാണിക്കുക. അവിടെ ആളെണ്ണത്തിൽ സമരക്കാർ കുറവാണ്, BJP പ്രവർത്തകർ കുറവാണ്, കൂടുതൽ CPMകാർ തന്നെയാണ്. ഈ രണ്ട് വിഷയങ്ങളും മണിയുടെ ഈ തോന്നിയാസം പറച്ചിലും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ കയ്യേറ്റവും ഒരുപോലെ കൈകാര്യം ചെയ്യണം.
അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിന്തുണ കൊടുക്കണം. എം.എം. മണിയുടെ കാര്യം പരിശോധിച്ചുകൊണ്ട് CPM നടപടിയെടുക്കണം, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ നാടിനോട് സമൂഹത്തിനോട് നീതി നടപ്പിലാക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ശ്രീമതി ഗോമതി. എം.എം. മണി ഒപ്പം മറ്റ് CPM നേതാക്കൾ അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെ വ്യാപകമായി വിമർശിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ് എന്ന് പലരും പല സംശയവും പ്രകടിപ്പിക്കുന്നുമുണ്ട്. നിങ്ങൾ അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് മണി മാപ്പ് പറയണം, മണി രാജിവെക്കണം എന്ന ആവശ്യത്തിനപ്പുറത്ത് അവിടുത്തെ കയ്യേറ്റങ്ങളെക്കുറിച്ചും ഒപ്പം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ തീരുമാനിച്ചിട്ട് 22-ാം തീയതി ഞങ്ങൾ പബ്ലിക് മീറ്റിംഗ് ഇവിടെ വെച്ചത്. കയ്യേറി ആരൊക്കെ പിടിച്ചിട്ടുണ്ടോ സ്ഥലം അതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. കുടിയേറ്റക്കാർ ഇവിടെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എന്നെ പറയാനാ, ഇവർ കയ്യേറി സ്ഥലം പിടിച്ചിട്ടുണ്ട്, പാർട്ടിക്കാർ പിടിച്ചിട്ടുണ്ട്. അത് വീടില്ലാതെ റിട്ടയർഡ് എടുക്കുമ്പോൾ പാവപ്പെട്ടവരുടെ കയ്യിൽ കുറേ പൈസ മേടിച്ചിട്ട് ഇവർ കയ്യേറി പിടിച്ച സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കും, പൈസ മേടിച്ചിട്ട് അവർക്ക് കൊടുക്കും. അതിലാ ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ കുറേ പേർ വീട് വെച്ചിട്ടുള്ളത്, പട്ടയമില്ലാതെ ഇരിക്കുന്നത്. ഇവർ പറയുന്നു കുടിയേറ്റക്കാരുണ്ട്, പാവപ്പെട്ട തോട്ടം തൊഴിലാളികളാണ് 90% ഇവിടെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കയ്യേരിയുടെ സ്ഥലം പിടിച്ചിട്ടുള്ളത് ഇവരാണ്. ഈ CPM-കാരാണ് കൂടുതൽ കയ്യേരി സ്ഥലം പിടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എന്തുകൊണ്ട് കളക്ടറിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല? കളക്ടറുടെ പണിയല്ലേ നോക്കുന്നത്? നല്ല പണിയാണ് കളക്ടർ ചെയ്യുന്നത്. കളക്ടർ പഠിച്ച പഠിപ്പിന് അർഹതയുള്ള പണിയാണ് കളക്ടർ ചെയ്യുന്നത്. പാവപ്പെട്ടവർക്ക് ഈ ഗവൺമെന്റ് സ്ഥലം കൊടുക്കണം എന്ന് വെച്ചിട്ടാണ്. ഇതിൽ 1972 സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. ടാറ്റ കമ്പനിയുടെ 56,000 ഏക്കർ ടാറ്റ കമ്പനിക്ക് പാട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. മീതി ബാക്കിയുള്ള 80 ലക്ഷം ഈ ടാറ്റ കമ്പനിയുടെ കൈവശ ഭൂമിയാണ്. അത് ഏറ്റെടുത്ത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഓരോ ഏക്കർ വീതം വെച്ച് കൊടുക്കണം. അതിന് യാതൊരു പ്രശ്നവുമില്ല. 10% പോലും വേണ്ട. ജോസഫ് MLA അവിടെ കയ്യേറ്റങ്ങൾ വലിയ തോതിൽ പൊതുചർച്ചയിൽ വരുമ്പോഴാണ് ഈ മന്ത്രിയുടെ മണിപ്രവാളത്തെക്കുറിച്ച് വേറൊരു വലിയ വിവാദം ഉയർന്നു വരുന്നത്. തുടക്കം എന്തായിരുന്നു? അനധികൃത കയ്യേറ്റങ്ങൾക്ക് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ നോട്ടീസ് കൊടുക്കുന്നു, ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. വെള്ളുകുന്നേൽ സക്കറിയ എന്ന ആളുടെ മകൻ കൊണ്ടുവച്ച ഒരു കുരിശ് പൊളിച്ചപ്പോൾ വലിയ പ്രശ്നമായി. നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷി അടക്കം അതിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കയ്യേറ്റം സംബന്ധിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉള്ളതാണ്. UDF-ന്റെ കാലത്ത് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവുണ്ടായിരുന്നു ഏറ്റെടുക്കാൻ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്തതാണ്. ഒന്നും എവിടെയും എത്തിയില്ല. കഴിഞ്ഞ 5 വർഷം ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ ഇതാ ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ആരംഭിച്ചപ്പോൾ, അതിന്റെ തുടക്കം വന്നപ്പോൾ ഇങ്ങനെ ഒരു വിവാദവും വന്നിരിക്കുന്നു. ഇത് ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒഴിപ്പിക്കൽ അവിടെ നടക്കരുത്, ബാക്കി വിവാദങ്ങൾ കൃഷി ചെയ്താൽ മതി എന്നുള്ള ഒരു സമവായത്തിൽ ഉണ്ടാക്കുന്നതാണോ? അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ടല്ല. ഇതിൽ CPM-ന് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. നമ്മുടെ VS-ന്റെ കാലത്തുണ്ടായിരുന്നല്ലോ മൂന്നാർ ഓപ്പറേഷൻ. ഏറ്റവും അധികം വാർത്തയിൽ അന്ന് JCB ആയിട്ട് പോയതൊക്കെ വലിയ വാർത്തയാണല്ലോ. അന്ന് M.M. മണി എന്താ പറഞ്ഞത്? അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആണല്ലോ. അദ്ദേഹം അന്ന് VS ഗ്രൂപ്പിൽ നിന്ന് മാറി പിണറായി പക്ഷത്തേക്ക് മാറാൻ തന്നെ കാര്യം എന്താ? ഈ മൂന്നാറിലേക്ക് ഒഴിപ്പിക്കാൻ വരുന്നവന്റെ കാലും കൈയും വെട്ടും എന്നാണ് അന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹവും. അതുപോലെ തന്നെ ഇന്നത്തെ MLA രാജേന്ദ്രനും കയ്യേറ്റത്തിന്റെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും കയ്യേറ്റത്തിന്റെ ഗുണഭോക്താക്കളാണ് എന്ന് രേഖാമൂലം തന്നെ രാജേന്ദ്രന്റെ പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാജമാണ് എന്ന് രേഖാമൂലമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക. ഭരണകക്ഷിക്കകത്തുള്ള CPI-ക്ക് CPM-ന്റെ നിലപാടല്ല ഉള്ളത്. മുഖ്യമന്ത്രിയും ഭരണകക്ഷിയിലെ CPM-ഉം മണിയെയും രാജേന്ദ്രനെയും CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തെയും ന്യായീകരിക്കാൻ നിൽക്കുമ്പോഴും നമുക്കറിയാം ഭരണകക്ഷിക്കകത്ത് തന്നെ CPI-ക്ക് മറിച്ചാണ് നിലപാടുള്ളത്. അപ്പൊ കയ്യേറ്റത്തെ ന്യായീകരിക്കുകയാണ്. ഇതിനു മുമ്പ് ന്യായീകരിച്ച ചരിത്രമാണുള്ളത്. ആ കയ്യേറ്റത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് കയ്യേറ്റത്തെ എതിർക്കുന്നവരെ, ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും സമരം ചെയ്യുന്നവരെയും മാധ്യമങ്ങളെയും എല്ലാം അടച്ചാക്ഷേപിക്കുന്ന M.M. മണി ശൈലി സ്വീകരിക്കുന്നത്. അത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു ഫാസിസ്റ്റ് നടപടി എന്ന നിലയിൽ ഈ കയ്യേറ്റത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്താനും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഊളംപാറയ്ക്ക് അയക്കണമെന്നൊരു മന്ത്രി പറഞ്ഞാൽ മന്ത്രി എവിടെയാ പറയേണ്ടത്? മന്ത്രിക്ക് വേണേൽ ക്യാബിനറ്റിൽ ന്യായമായിട്ടുള്ള കാര്യം പറയാം.
ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് കോൺഫറൻസിൽ ചർച്ചയിൽ ഇന്നതാണ് ഇതിന്റെ ലീഗൽ പൊസിഷൻ, നിയമപരമായിട്ടുള്ള കാര്യം ഇന്നതാണെന്ന് പറയാം. ഉളമ്പാറ കേൾക്കണം എന്ന് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പൊതുയോഗത്തിൽ പറയുന്ന മന്ത്രി, സമരം ചെയ്യുന്ന വനിതകളെ കുറിച്ച് രാത്രിയിൽ കാട്ടിലായിരുന്നു പണി എന്ന് പറഞ്ഞാൽ രാത്രി കാട്ടിലെന്താ പണി? കാട് വെട്ടിത്തെളിക്കലാണോ? ഏലം നട്ടുവളർത്തലാണോ? ഏലത്തിന്റെ വിളവെടുപ്പാണോ എന്ന് പറഞ്ഞാൽ അത് വളരെ ദുരുപദേശത്തോടു കൂടിയുള്ള തെറ്റായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള അവഹേളനപരമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സമീപനം കയ്യേറ്റത്തെ ന്യായീകരിക്കലാണ്, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്, കുതന്ത്രമാണ്. ഇദ്ദേഹത്തിന് ആ തന്ത്രം പാളിപ്പോയി. ഈ തന്ത്രം വിലപ്പെടാനോ ഗുണം ചെയ്യുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ തിരുത്തണം, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുകയാണ്. ചെറിയ എന്തെങ്കിലും താക്കീത് കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന കേസല്ല ഇത്. പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ, അങ്ങനെ നിങ്ങൾ മണി സ്ത്രീകളെ ആക്ഷേപിച്ചില്ല, ശരിയാ പേര് പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ABC എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ ഒരു കേസ് ഞങ്ങൾക്കുമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ ചോദിച്ചു, എന്നാ പിന്നെ മണിയാശന്റെ പ്രസംഗം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കേട്ടിരിക്കാം, അദ്ദേഹം എന്താ പറഞ്ഞൊന്നും വ്യക്തമാവുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഭരണകക്ഷിയിൽ നിന്ന് ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം, അല്ലെങ്കിൽ നിയമസഭ കക്ഷി നേതാക്കന്മാരെ വെച്ച് ആ പ്രസംഗം ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ സ്പീക്കറുടെ ചേംബറിലിരുന്ന ആ പ്രസംഗം ഒന്ന് കേൾക്കാം എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനും അറിയാം, പാർട്ടിക്കും അറിയാം, അദ്ദേഹം സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. സ്ത്രീകളെ ആക്ഷേപിച്ചോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് അധിക്ഷേപകരമായിരുന്നു ആ പ്രസംഗം. അത് നിയമസഭയ്ക്കകത്ത് കേൾക്കാൻ അത്ര ഭംഗിയായിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. തുടരുക. ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ഇക്കാര്യത്തിൽ നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂന്നാറിൽ ഒഴിപ്പിക്കൽ വാർത്തകളൊന്നുമില്ല. JCB തന്നെ അവിടെ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു കുരിശ് പൊളിച്ചപ്പോൾ തന്നെ പ്രസംഗങ്ങളുണ്ട്, അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുണ്ട്, ഇപ്പോൾ ഒരു സമരവുമുണ്ട് എന്നുള്ളതല്ലാതെ കയ്യേറ്റം ഒഴിപ്പിക്കൽ എവിടെ പോയി എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യമന്ത്രി പറയുന്നു ഇനി ഒരാൾക്കും കയ്യേറാൻ പറ്റാത്ത വിധത്തിലുള്ള നടപടികളൊക്കെ എടുക്കും എന്ന്. ഈ വിവാദങ്ങൾക്കിടെ, ഈ ബഹളങ്ങൾക്കിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ എവിടെ പോയി? കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഒരിക്കലും നിർത്തിവെക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നിലപാടുകൾ അതിശക്തമായിട്ട് ഗവൺമെന്റ് തുടരാൻ വേണ്ടി പോവാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഭരിച്ച 5 കൊല്ലക്കാലം മൂന്നാറിൽ എന്ത് ചെയ്തു എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. അദ്ദേഹം മണിയുടെ ഒരു പ്രസംഗത്തിലെ പൊട്ടും പൊടലും പിടിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മൂന്നാർ ട്രൈബ്യൂണലിൽ എന്ത് ചെയ്തു, എന്തായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്തു? വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂട്ടരും ചെയ്തത്? ഇവിടെ വലിയ വാചകടിക്കുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തില്ല. 5 വർഷക്കാലം തങ്ങൾക്ക് ലഭിച്ച അധികാരം വൻകിട കയ്യേറ്റക്കാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് കിട്ടിയടാ മണിയുടെ ഒരു പ്രസംഗം, എന്നാൽ പിന്നെ അതും പിടിച്ച് തൂങ്ങുക, ആ ഒരു ലൈനിലേക്ക് പോവാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, ഇവിടെ പിന്നെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായിട്ട് കാണണം. അവിടെ പരമ്പരാഗതമായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്, 5 സെന്റും 8 സെന്റും ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. ആ 5 സെന്റും 8 സെന്റും കിട്ടിയ ആളുകളുടെ മെക്കെട്ടല്ല കയറേണ്ടത്. അതാണ് പ്രശ്നം. അവിടെ കയ്യേറ്റമുണ്ട്, വൻകിട കയ്യേറ്റങ്ങളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, വലിയ തോതിൽ പിന്നെ നേരത്തെ കയ്യേറിയതല്ല. ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കാലത്താണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടന്നത് എന്നൊരു ധ്വനി വരുന്നുണ്ട്. UDF ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് അതിനു മുമ്പുണ്ടായിട്ടുണ്ട് നടന്ന കയ്യേറ്റങ്ങൾ. അത് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. ആ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമവായം ഉണ്ടാക്കണം. എങ്ങനെ സമവായം? ഇവിടെ പിന്നെ അവിടെ നേരത്തെ ഉള്ള കുടിയേറ്റ ആളുകളുണ്ട്, വളരെ ചെറിയ 8 സെന്റിലും 10 സെന്റിലും ഒക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. ആ പട്ടയം കാലക്രമത്തിൽ ചില തെറ്റുകൾ പിന്നെ അക്കാര്യത്തിൽ വന്നുകൂടിയിട്ടുണ്ട് എന്ന പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാം ഒഴിപ്പിക്കലിന് നേതൃത്വം കൊടുക്കേണ്ടത് ഈ 8 സെന്റുകാരൻ്റെ 5 സെന്റുകാരൻ്റെ മേലല്ല. അവിടെയുള്ള വൻകിട കയ്യേറ്റക്കാർ മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ നശിപ്പിക്കുന്ന, പാരിസ്ഥിതിക സന്തുലനത്തെ തകർക്കുന്ന ശക്തികൾക്കെതിരായിട്ടാണ് അക്കാര്യത്തിൽ സർക്കാരിന്റെ ഇച്ഛാശക്തി ശ്രീ KV അബ്ദുൽ ഖാദർ MLA നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാമല്ലോ. ഇത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സർക്കാർ തെളിയിക്കേണ്ട ഒന്നാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ VV രാജേഷ്, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീമതി ഗോമതി അഗസ്റ്റിൻ.